മോൾക്ക് എത്ര നാളത്തെ 2 മാസം പരിചയമുള്ളായിരുന്നോ? അധികമായിട്ടില്ല. ഉം. ഈ ഈ ഈ ഒരൊറ്റ പ്രാവശ്യം മാത്രമേ ചെയ്തിട്ടുള്ളൂ മോളെ? അതിനു മുന്നേ ചെയ്തിട്ടുണ്ടോ വല്ലതും? എല്ലാവർക്കും നമസ്കാരം. ഇപ്പം സ്വപ്നത്തിൽ വരെ സജിനയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് മൊത്തം സജിന ഇത് മാത്രമേ ഇപ്പം ചർച്ച ചെയ്യാനായിട്ടുള്ളൂ. അത് 2 ദിവസം കഴിഞ്ഞ് ഞാൻ പുതിയ ടോപ്പിക്കിലോട്ട് വരാം. മിക്കവാറും ഇതിന്റെ കാര്യത്തിൽ ഞാൻ തീരുമാനമാക്കും. പുതിയ ആൾക്കാരൊക്കെ പല കാര്യങ്ങളും നമ്മളെ ഇനിയിപ്പോൾ കൊണ്ട് തെളിവ് സഹിതം അതോടെ വീണ്ടും മൂഞ്ചും. അതിരിക്കട്ടെ, അതിലോട്ട് ഞാൻ പിന്നെ വരാം. അപ്പൊ നമ്മുടെ സജിനെ എക്സ്പോസ് ചെയ്ത് ഒരു മൂലയ്ക്ക് കൊണ്ട് വെച്ചപ്പോൾ സജിനടുത്ത് തിരിച്ച് ഫിറോസിനെ എക്സ്പോസ് ചെയ്യാണ്. അണ്ടർ ഏജിലുള്ള ഒരു കുട്ടിയെ അടക്കം കൊണ്ടുപോയി യൂസ് ചെയ്ത കാര്യം അടക്കമാണ് ഇപ്പോൾ ഫിറോസിനെതിരെ സജിന വെച്ചിട്ടുള്ള ആരോപണം. സജിന ആയതുകൊണ്ട് ഞാൻ 100% ഇത് വിശ്വസിക്കത്തില്ല. ഇവള് ചിലപ്പം ആരെങ്കിലും വിട്ട് ക്രിയേറ്റ് ചെയ്യിപ്പിച്ചതാവാം. ഇനി ഒരുപക്ഷെ സത്യമാകാം. സത്യമാണെങ്കിൽ ഇമാതിരി തന്തയില്ലാത്ത പരിപാടി ഫിറോസെ നീ എന്തിനു കാണിച്ചെന്ന് ഞാൻ ചോദിക്കത്തുള്ളൂ. അതിന്റെ റീസൺ, എടാ അണ്ടർ ഏജിലൊക്കെ ഉള്ള പിള്ളേരുടെ അടുത്ത് എങ്ങനെയാണോ നിനക്ക് മുടി കവാല നോക്കി എന്നേ ഞാൻ പറയത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് സത്യമാണോ, ഉള്ളതാണോ, ഇല്ലാത്തതാണോ, എന്താണെന്നൊന്നും ഒരു കുഴപ്പമില്ല. നോക്കാം, കുഴപ്പമില്ലെന്നല്ല, അറിയില്ല, വാക്ക് തെറ്റിപ്പോയി. ഇപ്പൊ സജിന ആയതുകൊണ്ട് ഇങ്ങനെ ഒരു സാധനം വിടുമ്പോൾ എനിക്കൊരു ഡൗട്ടുണ്ട്. ഫിറോസിനെ ചെളിവാരി അടിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത പരിപാടിയാണോ അല്ലയോ എന്നുള്ളൊരു ഡൗട്ട്ഫുള്ളിലാണ് ഞാൻ നിർത്തിയിട്ടുള്ള. ഫിറോസ് നന്മയോളി എന്നൊന്നും ഞാൻ പറയുന്നില്ല. അതിലും കുറച്ച് റീസൺസ് ഉണ്ട്. എന്തായാലും ആദ്യം ആ വോയിസ് കേട്ടിട്ട് നമുക്ക് ഇതിന്റെ സത്യാവസ്ഥ ഒന്ന് ചെക്ക് ചെയ്യാം, കേൾക്കാം. ആദ്യം ഫിറോസിനെ പറ്റിയിട്ട് ഈ പെൺകുട്ടി സജിനയോട് പറയുന്ന കാര്യങ്ങൾ, അതുപോലെ സജിനയുടെ ആ പെൺകുട്ടി പറയുന്നുണ്ട് ഇത് ഒരിക്കലും പുറത്തു പോകരുത് എന്ന് പറഞ്ഞിട്ടും ആ പെൺകുട്ടിയുടെ റൈറ്റ്സ് പോലും ഇല്ലാണ്ട് സജിന ഈ വോയിസ് പുറത്തു വിട്ടു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഈ പെൺകുട്ടിയെ ഇങ്ങനെ പുറത്തു വിടല്ലെന്ന് പറഞ്ഞിട്ട് സജിന പുറത്തു വിട്ടിട്ടുണ്ടെങ്കിൽ അത് അതിനേക്കാളും വലിയ ചെറ്റത്തനമാണ് എന്നതും മറ്റൊരു വാസ്തവം. ഇനി വേറൊരു കാര്യം കൂടി പറയുകയാണെങ്കിൽ, സ്വന്തം ഭാഗം ന്യായീകരിക്കാനും സ്വന്തമായിട്ട് നന്മമരം നല്ലവളാകാൻ വേണ്ടിയിട്ട് അപ്പുറത്ത് വാരി ചെളി അടിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു പരിപാടിയും കൂടിയാണ് എനിക്കിവിടെ കാണാൻ സാധിച്ചിട്ടുള്ളത്. ആദ്യം ആ വോയിസ് ഒന്ന് കേട്ടു നോക്കാം, സജിനയോട് ആ പെൺകുട്ടി പറയുന്നത്. മോൾക്ക് എത്ര നാളത്തെ 2 മാസം പരിചയമുള്ളായിരുന്നോ? അധികമായിട്ടില്ല. ഈ ഒരൊറ്റ പ്രാവശ്യം മാത്രമേ ചെയ്തിട്ടുള്ളൂ മോളെ? അതിനു മുന്നേ ചെയ്തിട്ടുണ്ടോ വല്ലതും? ഉപയോഗിച്ചിട്ടുണ്ടോ മോളെ? സത്യം വേറെ പറയാവുള്ളൂ മോനെ, എത്തിയർത്ഥ വേറെ ഒന്നും കള്ളം പറയരുത്. ഒറ്റ പ്രാവശ്യം യൂസ് ചെയ്തിട്ടുള്ളോ മോളെ? ഉപയോഗിച്ചിട്ടുള്ളോ? പിന്നെ ഞാനൊരു സത്യമായിട്ടും പറയാ, സെക്ഷലി ആയിട്ട് ഇത് ഫിസിക്കലായിട്ട് നടന്നിട്ടുണ്ട്. പക്ഷെ ഞാന് സേഫ് അല്ലല്ലോ. കോണ്ട യൂസ് ചെയ്തിട്ടാ ചെയ്തേക്കുന്നേ? ഇല്ല കോണ്ട അതില്ല. ഞാൻ എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ എന്നാലും മോളെ ഫിസിക്കലി യൂസ് ചെയ്യാൻ തോന്നുന്നുണ്ടല്ലോ. അത് നമുക്ക് ഇപ്പം നമ്മൾ കേസിന് പോയി കഴിഞ്ഞാൽ അത് ഇനി ഓവറായിട്ട് പോവുകയാണെങ്കിൽ ഇതെന്തായാലും ബോക്സ് ഓഫീസിൽ പോകുമ്പോൾ മോളെ ചെക്ക് ചെയ്യും. മോള് പക്ഷെ കള്ളം പറയരുതെന്ന് എനിക്ക് പറയാനുള്ളൂ. മോള് പറയാനുള്ള സത്യസന്ധമായിട്ട് പറയാ. മോളെ എവിടെയും വെളിയിൽ ഞാൻ വീഴത്തില്ല. എന്റെ കയ്യിലാ വീഡിയോ ക്ലിപ്പും കാര്യങ്ങളും എല്ലാം ഇരിക്കുന്നത്. നിങ്ങൾ പോകുന്നത് എന്തോടാ? ഹലോ, ഫിറോസിനെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്റെ കയ്യിൽ നിന്ന് എനിക്ക് തെളിവിന് ഇതെല്ലാം എടുത്ത് ഇട്ടേ പറ്റത്തുള്ളൂ. ആരാണെന്ന് എനിക്ക് പറഞ്ഞ് കാണിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ. എന്താ മോളെ കേട്ടില്ല? വെറുക്കുന്നത് മോള് അയാളെയാണ്. ഓക്കെ ഓക്കെ, നീ ടെൻഷൻ അടിക്കണ്ട. ഇത്ത കൂടെ ഉണ്ട്, വിഷമിക്കണ്ട കേട്ടോ. ഇത്ത വിളിക്കുമ്പോ എടുക്കണേ മോളൊന്ന്. മോളിപ്പോ എവിടെയാ ഉള്ളത്? വീട്ടിലാണ്. ഓക്കെ ഓക്കെ, ടെൻഷൻ അടിക്കണ്ട കേട്ടോ. ആരൊക്കെയുണ്ട് വീട്ടിൽ? ആരൊക്കെയുണ്ട് മോളെ? ആണോ? ഓക്കെ ഓക്കെ. മുസ്ലിമാ? ഓക്കെ ഓക്കെ ഓക്കെ, ടെൻഷൻ അടിക്കണ്ട കേട്ടോ. പേരെന്തായിരുന്നടാ? ഓക്കെ ഓക്കെ, നീ വിഷമിക്കണ്ട കേട്ടോ. ഒന്നും വിഷമിക്കണ്ട, എത്ത കൂടെ ഉണ്ട്. നീ വേറെ ഒന്നും ടെൻഷൻ അടിക്കണ്ട. ഒരിക്കലും എന്റെ കയ്യിൽ നിന്ന് മോളുടെ ഒരു ഡീറ്റെയിലും വെളിയിൽ പോകത്തില്ല. ഞാൻ അത് ഗ്യാരണ്ടി പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ മോളെ, ഓക്കേടാ. അയ്യോ, എന്റെ കയ്യിൽ നിന്ന് ഒരു ഡീറ്റെയിലും പോകത്തില്ല വെളിയിൽ. സൗണ്ട് വരെ എടുത്ത് പുറത്ത് വിട്ടുകൊടുത്ത് ആ കുട്ടിയെ ഈ ഒരു രീതിയിൽ ചോദ്യം ചെയ്ത പോലെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ഒരു അണ്ടർ ഏജിലുള്ള കുട്ടിയോട് ചോദിക്കാൻ പാടില്ലാത്ത ചോദ്യങ്ങളാ. ഇത്ത കൂടെ ഉണ്ടെന്ന് ഈ പറഞ്ഞ ഇത്തേരെ തനിക്കണം നാട്ടുകാരെ അറിഞ്ഞു. എന്ത് ഇത്ത ഇനി നീ കൊത്ത ഇത്ത കോണയുണ്ട് പോലെ ഇത്ത കോണ. പിന്നെ ഇത് ഫിറോസിനെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണോ അല്ലയോ എന്നൊന്നും നമുക്കറിയത്തില്ല. കാരണം ഇതിന്റെ സത്യാവസ്ഥ ക്ലാരിറ്റി എനിക്ക് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയാത്തത്.
ഞാൻ തെളിവോടുകൂടി സംസാരിക്കുന്ന കാര്യങ്ങൾ, ഐ മീൻ എൻ്റെ കയ്യിൽ തെളിവുണ്ടെങ്കിൽ ഞാൻ അതനുസരിച്ച് സംസാരിക്കുമ്പം ഓക്കെയാണ്. ഞാൻ വലിച്ചൂരി ഒട്ടിച്ചിട്ട് ഞാൻ ചിലപ്പോൾ ചിരിച്ചോണ്ടിരിക്കും. പക്ഷെ ഇതെനിക്ക് അറിയത്തില്ല. ഇതിങ്ങനെ ഒരു വോയിസ് പെട്ടെന്ന് വരുന്നു. അതായത് സജിനയുടെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടിയിട്ടും സജിനയെ സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടും എടുത്തിടുന്ന ഒരു സാധനമായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇതിന്റെ സത്യാവസ്ഥ പുറത്ത് വരട്ടെ. ഫിറോസ് അങ്ങനത്തെ നാറിയാണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ കാലക്രമേണ എല്ലാം സത്യവും പുറത്ത് വരട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു സാധനം നമുക്കൊന്ന് ചെക്ക് ചെയ്യാനായിട്ടുണ്ട്. ഫിറോസ് കുറച്ച് ദിവസം മുന്നേ, അതായത് ഐ മീൻ 2 ദിവസം ബാക്ക് മെനഞ്ഞാന്നെങ്ങാണ്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നു. നമുക്ക് കേട്ട് നോക്കാം. ഇനി ഒരു വീഡിയോ ഇടണ്ടെന്ന് വിചാരിച്ചാണ്, പക്ഷെ ഇപ്പോൾ ഇത് വീണ്ടും വരാൻ കാര്യം നാണക്കേട് തന്നെയാണ്. എങ്കിലും വീണ്ടും ഗതികേട് വരാനുള്ളൊരു ഗതികേട് എന്ന് പറയുന്നത് വീണ്ടും അവൾ വന്നിട്ട് വായത്തൊന്ന് എന്തോ വിളിച്ചു പറയുകയാണ്. അപ്പോൾ ഇതിനകത്ത് അവൾ കുറേ സ്ത്രീകളെക്കുറിച്ചും ഒരു കുട്ടിയെക്കുറിച്ചും ഒക്കെ ഞാൻ സെക്സ് ചെയ്തെന്നുള്ള രീതിയിലാണ് പറഞ്ഞു വെക്കുന്നത്. ഞാൻ അങ്ങനെ ഇവിടെ പറഞ്ഞ ഏതെങ്കിലും ഒരു സ്ത്രീയായിട്ട് സെക്സ് ചെയ്യുകയോ അതുകൂടാതെ ഫ്രഞ്ചൈസും കാര്യം പറഞ്ഞു അങ്ങനെ ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ജനങ്ങൾക്ക് അത് അവൾ തെളിയിക്കുകയാണെങ്കിൽ, നിയമവും കാര്യങ്ങളും ഒരുപാട് കാര്യമുണ്ട്, അങ്ങനെ അവൾ തെളിയിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ കല്ലെറിഞ്ഞു കൊല്ലാം. ഇത്രയും വെല്ലുവിളിയോടാണ് ഫിറോസ് എന്ന് പറയുന്നത്. അതായത് ഫിറോസ് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് നിയമപരമായി തെളിയിക്കുകയാണെങ്കിൽ ഫിറോസിനെ നാട്ടുകാർക്ക് കല്ലെറിഞ്ഞ് കൊല്ലാമെന്നുള്ളൊരു കാര്യം വെല്ലുവിളിച്ചുകൊണ്ടാണ് ഫിറോസ് വരുന്നത്. ആ സ്ഥിതിക്ക് ഈ വോയിസിൽ ജെന്യൂനിറ്റി ഉണ്ടോ ഇല്ലയോ, ഫിറോസ് കള്ളനാണോ എന്നുള്ള കാര്യം നല്ല ചോദ്യചിഹ്നത്തിൽ നിൽക്കുകയാണ്. ഞാൻ എന്തായാലും ഇതിന്റെ പിന്നാലെ അന്വേഷിച്ചിറങ്ങുന്നുണ്ട്. ഞാൻ അന്വേഷിച്ചിറങ്ങുമല്ലോ, ഇറങ്ങണമല്ലോ. കാരണം നമുക്ക് ഒരു ഹരമായി മാറിയിരിക്കുകയാണ് ഇതൊക്കെ. എന്തായാലും കൊള്ളാം, നല്ല നല്ല കാര്യങ്ങളാണ് നടക്കുന്നത്. പിന്നെ ഒരു അണ്ടർ ഏജിലുള്ള ഒരു കുട്ടിയുടെ അടുത്ത് ഒരിക്കലും ചോദിക്കാൻ പാടില്ലാത്ത ക്വസ്റ്റ്യൻസ് ആണ് സജിൻ അവിടെ ചോദിക്കുന്നത്. കോണ്ടോ യൂസ് ചെയ്തിട്ടാണോ ചെയ്തത്, അങ്ങനെ ഇങ്ങനെ. ഇതെന്ത് മറ്റേ അടുത്ത ക്വസ്റ്റ്യൻ അടി, നിനക്കിത് കോണ്ടോ യൂസ് ചെയ്യാതെയാണ് ചെയ്യുന്ന ഇഷ്ടം എന്നൊക്കെ നീ പറയുന്ന വോയിസ് ഒക്കെ ഞാൻ കേട്ടായിരുന്നു. സൂപ്പർ. അതുകൊണ്ട് അത് വിട്. ഒരു കുട്ടിയുടെ അടുത്ത് എന്തൊക്കെ ചോദ്യം ചോദിക്കാൻ പാടില്ല അതെല്ലാം നീ ചോദിക്കുന്നുണ്ട്. അമ്മാതിരി തൊട്ടി പരിപാടിയാണ് നീ കാണിക്കുന്നത്. പിന്നെ ആ കുട്ടിയുടെ റൈറ്റ്സ് ഇല്ലാണ്ട് ആ കുട്ടിയുടെ വോയിസ് എടുത്ത് പുറത്ത് വിടുന്നു. ഇറ്റ്സ് എ വെരി 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 തൊട്ടി പരിപാടി. നിന്നെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് നീ കാണിച്ചിട്ടുള്ള ഡാഡി ഇല്ലായ്മ എന്നേ ഞാൻ പറയത്തുള്ളൂ. ഇനി സജിന ഫിറോസിനെ പറ്റി പറഞ്ഞല്ലോ, ഈ വോയിസിന്റെ കേസ്, ഇങ്ങനെ ഒരു പെൺകുട്ടി ഉണ്ട്, ഇങ്ങനെ അണ്ടർ ഏജിലുള്ള ഒരു കുട്ടിയെ ഫിറോസ് ചെയ്തു എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടാണല്ലോ ഫിറോസ് അടുത്ത എക്സ്പ്ലനേഷൻ ഇട്ട. അപ്പം സജിന പറഞ്ഞ നമുക്കൊന്ന് കേൾക്കാം. തരുന്നത് ഇനി തരുത്തില്ലടോ. കാരണം കുറച്ച് അലിഗേഷനും കൂടെ ഞാൻ തന്നെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ട്. അപ്പം എനിക്ക് പേടിയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ താൻ ഒരു ആണും പെണ്ണും കെട്ടവനാണെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. സ്വന്തം മോളുടെ പ്രായമുള്ള ഒരു കുഞ്ഞിനെ നിനക്ക് പീഡിപ്പിക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഈ മോനെ താൻ യൂസ് ചെയ്യും. അതുകൊണ്ട് എനിക്ക് പേടിയാണ്. അതായത് ആണും പെണ്ണും കെട്ടവനെന്ന് പറയുമ്പോൾ ബൈസെക്ഷൽ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അതാണെന്ന് തോന്നുന്നു, അങ്ങനെയാണ് സജിന ഉദ്ദേശിച്ചെന്ന് തോന്നുന്നു. അതായത് അണ്ടർ ഏജിലുള്ള ഒരു കുട്ടിയെ യൂസ് ചെയ്ത ഫിറോസ് സ്വന്തം മകനെ, സജിനയുടെ മകനെ അടക്കം അമ്മാതിരി തൊട്ടി വർത്തമാനം പറയാതിരിക്കുക. അങ്ങനെയാണെങ്കിൽ നിന്റെ അച്ഛന്റെ പ്രായമുള്ള പൂക്കുറ്റിയുടെ അടുത്ത് നീ പോയെങ്കിൽ നിന്റെ സ്വന്തം വാപ്പയരോടെ നീ പോകൂലേ എന്ന് നാട്ടുകാർ ചോദിച്ചു കഴിഞ്ഞാൽ നിനക്ക് ഉത്തരവുണ്ടോ? പിന്നെ നീ തന്നെ പറഞ്ഞില്ലേ പൂക്കുറ്റിന്റെ വാപ്പയാണെന്ന്. ശരിയാ, അപ്പം നിനക്കാവാം. ആയിക്കോട്ടെ. അതുകൊണ്ട് കൂടുതലൊന്നും മെഴുകാൻ നിൽക്കല്ലേ സജിന. നീ എന്താണെന്ന് നല്ലോണം നാട്ടുകാർക്ക് അറിയാം. ഇനി എത്ര മെഴുകിയിട്ടും കാണിയൊന്നില്ല. കാണിയം മഹിഹേ ബാക്കി പണ. ജനങ്ങളോട് റിക്വസ്റ്റ് ഞാൻ പറയുക, നിങ്ങൾ ഈ കണ്ട ലോകത്ത് പോക്സോ കേസ് എന്ന് പറയുന്ന സാധനങ്ങളും ഇല്ലീഗലായിട്ട് നടക്കുന്ന കാര്യങ്ങളും മറച്ചു വെച്ചിട്ട് അതൊക്കെ വച്ചിട്ട് ഏതെങ്കിലും പെണ്ണുങ്ങൾ എങ്ങനെങ്കിലും പോകുന്ന അത് പിടിച്ചതറിയാതെ ഈ നാട്ടില് കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്ന സാധനങ്ങൾ, പോക്സോ കേസ് എന്ന് പറഞ്ഞാൽ കുഞ്ഞിന് പ്രായപൂർത്തിയാവാത്ത ഒരു കൊച്ചിനെ പീഡിപ്പിക്കുന്ന കാര്യം പറഞ്ഞത്, അത് ഈ ലോകത്ത് നടന്നോട്ടേനോ? നീ അതിനെപ്പറ്റി നീ പഠിപ്പിക്കണ്ടടി. ആദ്യം നീ നന്നാവ്. കണ്ട തന്തയുടെ പ്രായമുള്ളമാരോടെ പോയി ഗർഭം ഉണ്ടാക്കിയിട്ട് അവസാനം പറഞ്ഞു അതെന്റെ തന്തയാണെന്ന് പറയുന്ന അവസ്ഥയിൽ നീ കൊണ്ട് എത്തിക്കുന്നതിനേക്കാളും ചീപ്പ് പരിപാടിയൊന്നും അല്ല ഇത്. ശരിയാണെന്നല്ലേ ഇവള് പറഞ്ഞ അണ്ടർ ഏജിലുള്ള പീഡനങ്ങളും കാര്യങ്ങളും അതും ഇതും ഒന്നും. ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവള് തൊട്ടിത്തനം ചെയ്തിട്ട് ഇപ്പുറത്ത് വന്നിട്ട് ഇതെല്ലാം നിങ്ങൾ നോക്ക് എന്റെ പുറകെ പറഞ്ഞത് ഈ സാധന നീ കാണിക്കുന്ന മറ്റേ അടുത്ത പരിപാടിക്കെല്ലാം നമ്മളിനി വളം വെച്ച് തരാ. അയ്യാ കണ പറ. അതേപോലെ തന്നെ കഞ്ചാവ്, MDMA അങ്ങനെയുള്ള സാധനങ്ങൾ ഈ കുഞ്ഞുങ്ങൾക്കുള്ള വിതരണം ഇവളുമാർ ഇങ്ങനെയുള്ള ഇപ്പൊ പറയുന്ന സോഷ്യൽ വർക്കറാണ് ഞാനെന്ന് പറഞ്ഞു. ഇവളുമാരുള്ളപ്പോൾ ആൾക്കാർ വന്നിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനും നാട് നശിപ്പിക്കണം, നാട്ടുകാരെ നശിപ്പിക്കുന്നതൊക്കെ നമ്മൾ സംസാരിക്കുന്നുണ്ട്. എന്നാൽ നിന്നെ പോലെയുള്ള ആളുമാര് ഇവിടെ ഫേക്ക് ഇമേജ് ക്രിയേറ്റ് ചെയ്താണ് കണ്ട കോടീശ്വരന്മാര്, അല്ലെങ്കിൽ സമൂഹത്തിൽ വേറെ ലെവലിൽ നിൽക്കുന്ന ആൾക്കാര്. ഈ ഓസ്കാറൊക്കെ അത് തന്നെയാണ് ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അവൻ നല്ലവനൊന്നല്ല പൂക്കുണ്ടി ഞാൻ പറഞ്ഞത്.
അപ്പൊ അങ്ങനെയുള്ളവരുടെ അടുത്ത് പോയിട്ട് ഹണി ട്രാപ്പ് നടത്തി 3 കോടിയോളം രൂപ ചോദിച്ച നിന്നെയൊക്കെ പിന്നെ നമ്മളിവിടെ എടുത്തു വെച്ച് അമ്മാനമായിട്ട് പൂവിട്ട് മെത്തയിട്ട് കൊഞ്ചിക്കാടി നിന്നെ ഞാൻ രാവിലെ എണീച്ച് വന്നിട്ട് ഞാൻ തൊട്ടിൽ കെട്ടിയിട്ട് ആട്ടാ നിന്നെ ഞാൻ. അവള് വന്നിരുന്ന് കണവണെന്ന് പറയാൻ നോക്ക്. 2 കാര്യം ഇവിടെ നടന്നോട്ടേ ആണോ നിങ്ങൾ പറയുന്നേ? സ്വന്തം മക്കൾക്ക് പോലും സേഫ്റ്റി ഇല്ലാത്ത കാലം പോലെ ആക്കി വേണോ ഇതുപോലെ? അപ്പം നിങ്ങൾ പ്രതികരിക്കേ. ഈ ചെറിയ ഈ പറഞ്ഞ കണക്ക് അവനോടെ പോയി ഇവരോടെ പോയി ഇങ്ങനെ പോയി അതല്ല. ആദ്യം ഈ ലോകത്തിനെ നന്നാക്കാനുള്ള ഡ്രഗ്സ് ഇങ്ങനത്തുള്ള സാധനങ്ങളും പിന്നെ അതേപോലെ തന്നെ പീഡനം, പ്രായപൂർത്തിയാവാത്ത കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്നതും ഇത് ലോകത്തിനോട് കൊണ്ടുപോകാൻ നിങ്ങൾ. ഇനി നിങ്ങൾ എന്നെ അടുത്ത എന്തെങ്കിലും പറഞ്ഞ് എന്നെ കൊല്ലയും. ഇപ്പം ഞാനും രേണുസുതിയെ പോലെ തന്നെ. അയ്യോ പറയല്ലേ, നീ ഞാനുഷിനെ പോലെ ഒന്ന് പറയല്ലേ പറയല്ലേ. അയ്യോ അത് വേറെ, നീ വേറെ, ഒന്നും കണക്ട് ചെയ്യല്ലേ. അയ്യോ തക്കുടു ആവി ചുക്കുടു അയ്യോ. നമ്മളിനി ബാക്കിയുള്ള കേസുകളെല്ലാം നോക്കണം. നിന്റെ കേസ് വിടണമല്ലേ? നിനക്ക് വിടിക്കാടി, ഞാൻ വിടിക്കുക. നമ്മളെല്ലാവരും വിടാം. നമ്മളെല്ലാ വിഷയങ്ങളും സംസാരിക്കുന്നുണ്ട്. ചാനലാണ് ചെക്ക് ചെയ്ത് നോക്ക്. ഇപ്പൊ പിന്നെ കുറച്ച് ദിവസമായിട്ട് നിന്റെ ഈ അപരാധങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ കടന്ന് കറങ്ങുന്നത്. അതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. അവള് കണകുണന്ന് വന്നിട്ട് നമ്മളടുത്ത് പറയണേ എടി പോടി. എനിക്ക് ഈ കമന്റ് കേട്ടപ്പോൾ ആദ്യമൊക്കെ ഭയങ്കര വിഷമവും ഡിപ്രഷനും ഉറക്കവുമില്ല. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ കിടന്ന് കരച്ചിലും ബഹളവും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ സ്ട്രോങ് ആയി. ഞാൻ ജീവിക്കൂടി. എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ ജീവിക്കും. ഇനി ഏതവളമാരെ എന്നെക്കുറിച്ച് എന്ത് പിഴച്ചെന്ന് മറന്നോ മറിച്ചു മറന്നോ പറഞ്ഞാലും എനിക്ക് ഒരു പ്രശ്നമില്ല. നീ ജീവിക്കോടി. റസൂൽ പൂക്കുട്ടിയുടെ 10-40 ലക്ഷം രൂപ ഡയമണ്ട്, ഗോൾഡ്, അടുത്ത് കാറ് എല്ലാം കിട്ടിയില്ലേ? നീ ജീവിക്കും. നീ നാട്ടുകാരെ മൂഞ്ചിച്ച് നല്ലോണം ജീവിക്കും. കണ്ടവന്മാരെ പറ്റിച്ച് അവന്മാരോടാ ജീവിക്കും നീ. ഇനി പൂക്കുട്ടിയെ ഭീഷണിപ്പെടുത്തി വെച്ചിട്ടുണ്ടല്ലോ 3 കോടി, അതും കൂടി തരും. നീ ജീവിക്കും. പിന്നെ നിന്റെ മക്കൾക്ക് വേണ്ടിയാണെന്ന് പറയരുത്. മാനം വിറ്റ് ജീവിക്കുന്നവർക്കുണ്ട് ഇതിനേക്കാളും അന്തസ്. എങ്ങനെ? മാനം വിറ്റ് ജീവിക്കുന്നവർക്കുണ്ട് ഇതിനേക്കാളും അന്തസ്. അതിലുണ്ട് ഒരു അന്തസ് ഇതിനേക്കാളും. അത് ശരിയാണെന്നല്ല വാദിക്കുന്നത്. ഇതിനേക്കാളും അന്തസ്സുണ്ട്. മറ്റൊരുത്തന്റെ കൂടെ പോയി ബെഡ് ഷെയർ ചെയ്തിട്ട് അവനെ അടുത്ത ഹണി ട്രാപ്പിൽ പെടുത്തുന്നത് നല്ല 1-ാം തരം ക്രൈമാണ്, തന്തയില്ലായ്മയാണ്. അതിനേക്കാളും അന്തസ് മാനം വിറ്റ് ജീവിക്കുന്ന ആൾക്കാർക്കുണ്ട്. കേട്ടെ? കൊണ എന്നെ അറിയാവുന്നവർക്ക് എന്നെ അറിയാം. ഇതിൻ്റെ അവസാനത്തെ വീഡിയോ ഞാൻ പറയത്തില്ല. കാരണം എനിക്ക് ജീവിക്കണം. എൻ്റെ സോഷ്യൽ മീഡിയയിൽ എനിക്ക് പല വീഡിയോയിലും കൊളാപ്സും കാര്യങ്ങളും ഒക്കെ ഇടണം. ഞാൻ ഇതുപോലെ പിഴച്ചൊന്നും ഉണ്ടാക്കിയതല്ല. പിഴച്ചൊന്നും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ ഞാൻ നിന്നിട്ടില്ല. നിനക്ക് ഈ പിഴച്ചുണ്ടാക്കുന്നതിന്റെ അർത്ഥം നിനക്ക് അറിയത്തില്ലേ? അത് വേണമെങ്കിൽ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കി. പിഴച്ചുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. എന്നിട്ട് നീ അത് ചെയ്തിട്ടുണ്ടോ ഇല്ലയെന്ന് നീ ഒന്ന് ആലോചിക്കും. കേട്ടാ? നല്ലതായിരിക്കും. ഞാൻ പറഞ്ഞില്ലേ, റോട്ടില് രാത്രി കാലഘട്ടങ്ങളിൽ നിന്ന് മാനം വിറ്റ് ജീവിക്കുന്നവർക്ക് നീ പറഞ്ഞ് പിഴച്ചുണ്ടാക്കിയെന്ന് ചിലപ്പോൾ പറയുന്നതിൽ അതിൽ വരും. ഓക്കെ, അവർക്കുണ്ട് ഇതിനേക്കാളും അന്തസ്. പുച്ഛം മാത്രം. ഇനി കേള് പറഞ്ഞ കണക്ക് ഇനിയിപ്പോൾ ഈ സാധനമൊക്കെ എനിക്കിട്ട് കുറച്ച് അങ്ങനെയെങ്കിലും ഞാൻ പൈസ ഉണ്ടാക്കി വെട്ടെ. അല്ലാതെ ഇനി പറഞ്ഞ കണക്ക് പിഴച്ചു വല്ല MDM വിറ്റോ അല്ലെങ്കിൽ കൊച്ചുങ്ങളെ കൊണ്ട് കൂട്ടി കൊടുത്തോ അല്ലെങ്കിൽ പിഴച്ചോ ജീവിക്കാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് അപ്പം നിങ്ങളെല്ലാവരും കാണുക, കമൻറ്റ് ഇടുക, സപ്പോർട്ട് ചെയ്യുക. എന്തുണ്ടെങ്കിലും നെഗറ്റീവ് കമൻറ്റ്, പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ്, ഞാൻ ആസ്വദിക്കും. ഓക്കെ, തരാടി. നിനക്ക് ഞാൻ നെഗറ്റീവും തരാം പോസിറ്റീവും തരാം. ഉളുപ്പില്ലാത്ത വർഗ്ഗങ്ങളെ നിന്നെയൊക്കെ എന്നാ പറയാനാ? നീ ആസ്വദിക്ക്. ഞാൻ ഈ പറഞ്ഞതൊക്കെ കേട്ട് ആസ്വദിക്കടി കുറുമ്പി. പോടാ നീയൊക്കെ. ഇനിയും കമൻറ്റ് വാടാ. ഇനി ഞാൻ എന്തായാലും ഇത്രയും ദിവസം എൻ്റെ കമൻറ്റുകൾ ഞാൻ ഓഫ് ചെയ്തിട്ടിരുന്നു. കാരണം അതൊക്കെ എനിക്ക് പറ്റത്തില്ല. ഞാൻ കാരണം സൈബർ അറ്റാക്ക് ആദ്യമായിട്ട് അനുഭവിക്കുന്നത്. ആണോ? ഇനി ശീലമായിക്കോളും. ഇനി നീ സോഷ്യൽ മീഡിയയിൽ വന്ന് കോണാത്തിലെ പരിപാടി കാണിക്കണ്ട. നീ ഇതോടെ അങ്ങ് നിന്റെ സോഷ്യൽ മീഡിയ ലൈഫ് തീർക്കണം. നീ അവൻ്റെ നിന്ന് വാങ്ങുന്ന 3 കോഴിയും വാങ്ങിച്ചു വെച്ച് നീ ഉണ്ടായിക്കുക. ഇനി ഇവിടെ വന്ന് കിടന്ന് ഞാൻ ഇവിടെ എന്നും ദയവ് ചെയ്തിട്ട് ഇനി ഉദ്ഘാടനം മറ്റേ കോപ്പിലെ പരിപാടിയൊക്കെ ഒന്നും വിളിക്കില്ലേ. ഇത്രയും തേർഡറായിട്ടായിട്ട് നടക്കുന്ന സാധനങ്ങൾ എന്തിനാണോ വിളിക്കുന്നത്? അവളെ ന്യായീകരണം കേട്ടില്ലേ? അന്തസ് വേണം അവിടെ, അന്തസ്. മാനം വിറ്റ് ജീവിക്കുന്നവർക്കുണ്ട് അന്തസ്. അഭിമാനം വിൽക്കരുത്. കേട്ടാ? അതുകൊണ്ട് എനിക്കിതൊക്കെ കാണുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഈ പറയൂലേ, എഴഞ്ഞ് കുഞ്ഞ് നടക്കാൻ പഠിക്കുമ്പോഴത്തേക്ക് എഴഞ്ഞ് വീണ് കാല് മുറിഞ്ഞ് വീണ്ടും പിന്നെ അവരങ്ങോട്ട് പയ്യെ കുഞ്ഞുങ്ങൾ നടക്കാൻ തുടങ്ങും, പിന്നെ ഓടാൻ തുടങ്ങും, ചാടാൻ തുടങ്ങും, പിന്നെ ആരോഗ്യത്തോടെ അവർ എല്ലാം ചെയ്യാൻ തുടങ്ങും എന്ന് പറയുന്ന കണക്ക്. നീ നല്ലോണം ചാടുമെന്ന് എനിക്ക് മനസ്സിലായി. ഓടിച്ചാടി മതിലുകൾ എത്ര ചാടി. അത് ഫിറോസിനെ എക്സ്പോസ് ചെയ്തില്ലേ? അയൽവാസി
ഡയറക്ടർ, പ്രൊഡ്യൂസർ, ഓസ്കാർ, ഇങ്ങനെ നീണ്ട നിരയിൽ ഇനിയും കണക്കിൽപ്പെടാത്ത ഒരുപാട് പേര് സാമ്പാർ, രസം, പുളിശ്ശേരി, മോര്, തൈര് എല്ലാം വന്ന് പോയതുപോലെ നീ നല്ലോണം ചാടുമെന്ന് മനസ്സിലായി. ഹരം കൊള്ളിക്കുമല്ലേ നിങ്ങൾ. ഞാനും അതേ സിറ്റുവേഷൻ വീണു തീർന്നു. ആ വേദന എന്താണെന്ന് മനസ്സിലാക്കി ഇപ്പം സ്ട്രോങ് ആയിട്ട് ഞാനങ്ങ് എഴുന്നേക്കാം. ഇനി ഞാൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും എങ്ങനെ ജീവിച്ചെന്ന് പറഞ്ഞാലും എനിക്ക് ഒരു പ്രശ്നമില്ലടാ. എന്തായാലും കുറച്ച് എൻ്റെ ഇൻസ്റ്റാഗ്രാം പോലും പടാന്ന് പറഞ്ഞോണ്ടാ ഇൻസ്റ്റാഗ്രാമൊക്കെ സത്യം പറഞ്ഞാൽ ഫോളോവേഴ്സൊക്കെ കൂടി വരുന്നത്. നിന്റെയൊക്കെ മറ്റേടുത്ത പരിപാടി വിറ്റിട്ടാലും സ്വന്തം മാനം വിറ്റിട്ടാലും ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സ് ഉണ്ടാക്കുക എന്നതൊക്കെ അല്ലേ നിന്റെയൊക്കെ ലക്ഷ്യം. നീയൊക്കെ ഇതേ ചെയ്യത്തുള്ളൂടി. നിന്നിൽ നിന്നൊന്നും ഞാൻ കൂടുതൽ പ്രതീക്ഷിക്കുന്നില്ല. ഇവളെയൊക്കെ അൺഫോളോ ചെയ്യും. ഓരോ മനുഷ്യന്മാരും പോയി അൺഫോളോ ചെയ്യും. എന്തിനു ഇവളെയൊക്കെ ഫോളോ ചെയ്യുന്നത്? ഏത് കഴിപ്പം കേട്ടോമാരാ ഫോളോ ചെയ്യുന്നത്? അയ്യേ, ഇങ്ങനെയുള്ള സാമാനങ്ങൾ ഫോളോ ചെയ്യാനാണ് നിനക്കൊക്കെ ഓപ്ഷൻ ഒന്ന് ഫോളോ ചെയ്യാൻ. എടുത്ത് കളയടാ, എടുത്ത് കള. ഞാൻ പ്രൊഫൈലേക്ക് ചെയ്യാറുണ്ട്, അത് വല്ല അവിടെ നിന്ന് കിട്ടുമോ നോക്കാൻ. അല്ലാണ്ട് ഇവളെയൊന്നും ഫോളോ ചെയ്യാറില്ല. ഇവളെയൊക്കെ ഫോളോ ചെയ്യുന്നതിനേക്കാളും ഞാൻ പോയി കഥം ഇഷ്ടം വരുന്നത്. ഇനിയും നിങ്ങൾ എന്നെ കൂട്ടി തരണം കേട്ടോ. എന്നെ കുറച്ചു മുമ്പേ ഞാനൊരു സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്, ആണും പെണ്ണും കെട്ടതെന്ന്. ഞാൻ ഒരിക്കലും ഒരു ട്രാൻസ്ജെൻഡേഴ്സിനും അവരെ അല്ല ഞാൻ പറഞ്ഞത്. അത് നിങ്ങൾ വളച്ചു വിട്ട് ഇനി അതും വേണമെങ്കിൽ പറഞ്ഞ് കമന്റ് ഉണ്ടാക്കും. അതുകൊണ്ടാണ് ഞാൻ അത് വ്യക്തമാക്കി പറയുന്നത്. ആണുങ്ങളോടും പെണ്ണുങ്ങളോടും താല്പര്യമുള്ള ആണ്. അപ്പം എനിക്ക് പേടിയുണ്ട് എൻ്റെ മകനെയും കൂടെ കൊടുത്തുവിടാൻ. കാരണം 16 വയസ്സുകാരി ഒരു കുട്ടിയെ പീഡിപ്പിച്ചവൻ തീർച്ചയായിട്ടും ഈ അവന്റെ മോനെയും കൂടെ അവൻ അതുപോലെ മിസ്യൂസ് ചെയ്യുമെന്നുള്ളത് പേടിയുണ്ട്. ആണോടെ? നിനക്ക് ഭയങ്കര പേടി. എന്തായാലും നിന്നെ പോലെ തന്തയില്ലായ്മ കാണിക്കുമെന്ന് തോന്നുന്നില്ല. ഈ അണ്ടറേജിന്റെ കേസ് ഉണ്ടെങ്കിൽ അത് ജെന്യൂൻ ആണെങ്കിൽ ലോക ചെറ്റ. അല്ലെങ്കിൽ ഈ നിന്റെ അല്ലെങ്കിൽ ഫിറോസിന്റെ സ്വന്തം മകനെ ചെയ്യാൻ മാത്രം ചെറ്റയാണ് ഫിറോസ് എന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഒരു കുടുംബത്തിൽ കയറി ഒരു വയ്യാത്ത പേഷ്യൻ്റ് ഉള്ള ഒരു ഫാമിലി, അതാണ് ഓസ്കാർ കുറ്റിയുടെ ഫാമിലി. അങ്ങേരെ കുടുംബത്തിൽ കയറി ആ ഭാര്യയുണ്ട്, 2 മക്കളുണ്ട്. അതൊന്നും നോക്കാതെ അവിടെ കയറി അപരാധം കാണിച്ച് അവനുമായിട്ട് അവിഹിതം ഉണ്ടാക്കിയിട്ട് നീ വന്നിരുന്ന് ഈ ന്യായീകരിച്ച് മെഴുകുന്നില്ലേ? നിനക്ക് എന്ത് ന്യായീകരണത്തിനാടി ഇരിക്കുന്ന പച്ച തെറി വിളിക്കാൻ തോന്നുന്നു. എനിക്ക് കാണുമ്പോഴേ കളിയായി ഇപ്പം നിന്നെ. അമ്മാതിരി നിന്റെ മെഴുകൾ കാണുമ്പോൾ അത്രയ്ക്ക് നീ ചൊറിഞ്ഞു വരിക. ഇതുപോലത്തെ ഒരു സാധനം ഇനി ഉണ്ടാവാതിരിക്കട്ടെ ലോക ചരിത്രത്തിൽ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, റോട്ടിൽ നിന്ന് സ്വന്തം മാനം വിൽക്കുന്നതിനുണ്ട് ഇതിനേക്കാളും അന്തസ്സ്. ഇനി ഫിറോസ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് കേൾക്കാം. തെറ്റ് ചെയ്യാത്തവർ അവർ രക്ഷപ്പെടും. അതൊരു ദൈവനീതിയാണ്. നീ വീണ്ടും ഇങ്ങനെ മെഴുകാതെ ഞാൻ നിൻ്റെ ഇതിലേക്ക് തിരിച്ചു വരുന്ന ഒറ്റ ഒരു റിക്വസ്റ്റ് മാത്രമേ എനിക്കുള്ളൂ. എൻ്റെ കുഞ്ഞിന് നീ എനിക്ക് തിരിച്ചു തരണം. കാരണം ഞാനിപ്പം കുറച്ച് ദിവസമായിട്ട് വിളിച്ചിട്ട് പോലും നീ എനിക്ക് കോൾ അറ്റൻഡ് ചെയ്യിപ്പിക്കുന്നില്ല. അത് വല്ലാത്തൊരു മാനസികാവസ്ഥയാണ്. ഇത്രയൊക്കെ ദ്രോഹിച്ചതുപോലെ അല്ലെങ്കിൽ ഞാൻ ആ ഒരൊറ്റ കാര്യം കേസുമായിട്ട് ഞാൻ പോകും. കാരണം ഇത്രയും ഞാൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു നിനക്കും അല്ലെങ്കിൽ റസൂൽ കുട്ടിക്ക്. കാരണം നിങ്ങൾ കള്ളക്കേസിൽ കൊടുക്കുമെന്ന് അറിയാൻ വലിയ ആൾക്കാരാണ്. അപ്പോൾ എന്നെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കേസുകൾ കൊടുത്തിട്ടുള്ളത്. യഥാർത്ഥത്തിൽ നിന്നെയൊക്കെ അകത്ത് കടത്തേണ്ടുള്ള ഇത്രയും സംഭവങ്ങളുണ്ടെന്നറിയാം. എൻ്റെ വക്കീൽ തന്നെ എനിക്ക് പറഞ്ഞു. പക്ഷേ ഞാൻ അങ്ങനെ പോലും നിങ്ങളെ ദ്രോഹിക്കാൻ വന്നിട്ടില്ല. നിനക്ക് റസൂലിൻ്റെ കൂടെ ജീവിക്കണമെങ്കിൽ ജീവിച്ചോ, പക്ഷേ എൻ്റെ കുഞ്ഞിനെ എനിക്ക് തരണം. അതിന് എന്ത് രീതിയിലായാലും നിനക്കറിയാമല്ലോ ഞാനായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ്. ഇനി ഞാൻ വിവാഹം പോലും ഇല്ല. അപ്പോൾ എനിക്ക് കുഞ്ഞുമായിട്ട് മാത്രമേ ഉള്ളൂ. അവനോട്ടുള്ള അറ്റാച്ച്മെൻറ്റ് നിനക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. നീ ദ്രോഹിക്കരുത്. നിങ്ങളെല്ലാവരും കൊള്ളാടെ. ഞാനൊന്ന് 6 കളയുന്നു. ഫിറോസിനെ പറ്റിയിട്ടും ഞാൻ മുന്നേ അറിഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഫിറോസിൻ്റെ പ്രീവിയസ് ആദ്യ ഭാര്യയിൽ ഉണ്ടായിട്ടുള്ള ഇഷ്യൂസും കാര്യങ്ങളെല്ലാം എനിക്ക് അറിയാം, അത്യാവശ്യം കാര്യങ്ങൾ. ഞാനൊരു കാര്യം പറയാം, ഞാനിവിടെ ആരെയും പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യത്തൂല്ല കേട്ടോ. പിന്നെ സജിന, നിനക്ക് ഇതൊന്നും പറയാനുള്ള വോയിസ് ഇല്ല. നീ മിണ്ടരുത്. നീ വാ പൂട്ടി കമന്നിടന്ന് ഉറങ്ങിക്കോണം. നിനക്ക് വോയിസ് എന്ന് പറയുന്ന സാധനം ഇവിടെ ഇല്ല. മിണ്ടരുത്. ബാക്കി സജിന പറ. പിന്നെ ഫിറോസ് ഖാൻ ഒരു അലിഗേഷനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു, ഒരു കുഞ്ഞിൻ്റെ കാര്യം, എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം. അതായത് എൻ്റെയും ഫിറോസ് ഖാനും ജനിച്ച കുഞ്ഞിനെ കുറിച്ച്. നാണമില്ലയോടോ തനിക്ക്? ഫോൺ തരുത്തില്ലടോ. ഇത്രയും നാള് തനിക്ക് ഞാൻ ഫോൺ തന്നിട്ടുണ്ടായിരുന്നു. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും തനിക്ക് എൻ്റെ കുഞ്ഞിൻ്റെ ഫോൺ കോളും തന്നെ വിളിച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്കല്ല ഞാൻ കുഞ്ഞിനുള്ള സ്പേസ്. തന്നോട് ഇഷ്ടമുള്ളതുകൊണ്ടല്ല, തന്നോട് ബഹുമാനം കൊണ്ടല്ല. ആ കുഞ്ഞിന് തന്ത എന്ന് പറയുന്ന അല്ലെങ്കിൽ ഫാദർ എന്ന ഒരാളെ അവന് ആവശ്യമുണ്ട്. എൻ്റെ കുഞ്ഞും ഇതുപോലത്തെ ഒരു വേദന എൻ്റെ മൂത്ത മോള് അനുഭവിച്ചതുകൊണ്ട് ഞാൻ ആ തന്തയും മക്കളെയും പിരിപ്പിക്കാതെ നോക്കിയതാണ്. അത് തന്നോടുള്ള ബഹുമാനമല്ല, എൻ്റെ കുഞ്ഞിന് കിട്ടട്ടെ. അവന് തന്നെ ഭയങ്കര ഇഷ്ടമാണ്. ആ ഇഷ്ടം ഞാനൊരു തള്ള വിചാരിച്ചാൽ ഇല്ലാതാക്കാൻ പറ്റും. ഒരു തള്ള വേണ്ട, പോവേണ്ട, അങ്ങേരിങ്ങനെയാണ്, വൃത്തികെട്ടവനാണെന്ന് പറഞ്ഞു കൊടുത്താൽ തീർച്ചയായിട്ടും ആ കുഞ്ഞുങ്ങൾ വെറുക്കപ്പെടും. പക്ഷെ ആ കുഞ്ഞിന് ഇപ്പോഴും തന്നോടൊരു ഇഷ്ടം തോന്നിക്കാൻ കാരണം ഞാൻ ഒരൊറ്റ എൻ്റെ അവിതാര്യമാണ്, എൻ്റെ ഭിക്ഷയാണോ അത്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ
തൻ്റെ മോനെ തനിക്ക് തരുന്നത്? എടി പോടി കളഞ്ഞിട്ട് നിനക്ക് എത്ര അന്താസുണ്ട് ഇതൊക്കെ ഇരുന്ന് പറയാൻ. നിന്റെ ആദ്യ ഭർത്താവിന്റെ കേസ് എനിക്ക് എടുത്തറിയാം. അങ്ങനെ ഒരു ഇന്റർവ്യൂ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അറിയാം. നിന്റെ ആദ്യ ഭർത്താവ് അങ്ങേർക്കും പറയാൻ കാണും കുറെ ചരിത്രം നിന്നെ പറ്റിയിട്ട്. അതും കൂടി കേൾക്കുമ്പോൾ കുറെ കൂടി തികയും. എന്തായാലും നോക്കട്ടെ ആദ്യ ഭർത്താവിനെ ഒന്ന് കോൺടാക്ട് ചെയ്യാൻ പറ്റുമെന്ന്. അങ്ങേര് ജീവിച്ചിരിപ്പുണ്ട്, അത് അങ്ങേരെ തീർത്താ നീ പറയാൻ പറ്റത്തില്ല. എല്ലാം കണക്കാ. ഇതെല്ലാം 916 ഐറ്റംസാ. ആദ്യ ഭർത്താവ് വരേണ്ടി വരും. താൻ ലീഗലി പോടോ. ലീഗലി പോയിട്ട് ഞാൻ ലീഗലായിട്ട് മൂവ് ചെയ്യാം. തൻ്റെ കുഞ്ഞിനെ കാണണമെന്നുണ്ടെങ്കിൽ ലീഗലായിട്ട് പോകാം. ഇത്രയും നാൾ ഞാൻ തന്നെ വേണ്ടിയിട്ട് ആ കുഞ്ഞിനെ മറച്ചു വെച്ചിട്ടില്ലല്ലോ. 2500 രൂപ ചിലവിനും തന്നിട്ട് ഒരു വർഷം കൊണ്ട് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് മേടിച്ചറിയാം. എൻ്റെ ഉമ്മയുടെ ഫോണിൽ 2500 രൂപ ചിലവിനും തന്നിട്ട് 2000 ആദ്യം അയച്ചു, പിന്നെ ഒരു 500 രൂപ കൂടെ കൂട്ടി. ഓരോ മാസം മറ്റേ വർഷത്തിൽ കൂട്ടുന്ന കണക്ക് ഒരു 6-7 മാസം ആയപ്പോഴത്തേക്ക് ഒരു 500 രൂപ കൂടെ കൂട്ടി. തനിക്ക് വരുമാനം ഇല്ലാത്തതൊന്നുമല്ല, തനിക്ക് ജോലിയുണ്ട്. വേറെ ഭാര്യയോ മക്കളോ വേറെ ഒന്നോ അതെനിക്കറിയത്തില്ല കേട്ടോ. ഇനി അങ്ങനൊന്നും ഇല്ലല്ലോ. തനിക്ക് ഉണ്ടോയെന്ന് എനിക്കറിയത്തുമില്ല. അപ്പം തനിക്ക് ഇത്ര ചിലവൊന്നുമില്ലല്ലോ സ്വന്തം കുഞ്ഞിന് പോലും കൊടുക്കുക. എന്നിട്ട് ഞാൻ തന്നോട് സംസാരിക്കാൻ വന്നിട്ടില്ല. എൻ്റെ ഉമ്മയുടെ അക്കൗണ്ടിലായി പൈസ വരുന്നത്. അപ്പോഴും തനിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളോ ഞാൻ തന്നെ അടുത്ത് തെർക്കിക്കാനോ വന്നിട്ടില്ല. കാരണം എന്നിട്ട് ഞാൻ ഉമ്മയോട് പറയും, എന്തിനാ ഈ നെക്കപ്പിച്ച് 2500 രൂപ മേടിച്ച് ഒരാഴ്ചത്തെ സ്നാക്സ് ഈ കുഞ്ഞുങ്ങളെ നോക്കുന്നവർക്കറിയാം. ഒരാഴ്ചത്തെ സ്നാക്സ് മേടിക്കാൻ പൈസ പോലും തികയത്തില്ലത്. 2500. അപ്പോൾ എൻ്റെ ഉമ്മ പറയുന്നതാ, മൂത്ത കൊച്ചിനോ കൊടുക്കുന്നില്ല, അതിൻ്റെ ഉത്തരവാദിത്വം അറിഞ്ഞിട്ടില്ല. ഇവനെങ്കിലും കൊടുത്ത് 2500 2500 കൊടുത്തിട്ട് ആ കുഞ്ഞിന് എന്തെങ്കിലും ചെയ്യണമെന്നുള്ളൊരു ഒരു മനസാക്ഷി അവന് കിടക്കട്ടെ. എൻ്റെ ഉമ്മ മനസാക്ഷി കാണിച്ചു. അത് നാണം മാനം ഇല്ല കേട്ടോ തനിക്ക്. എനിക്ക് നിന്റെ അടുത്ത് അത് തന്നെ കേൾക്കാളാം. നാണം മാനം ഉളുപ്പൊന്നും ഇല്ല എനിക്ക്. എവിടെ നിന്നേ ഇതൊക്കെ കുറ്റിയും പറിച്ചുകൊണ്ട് വരുന്നത്? എല്ലാം സൂപ്പർ സാധനങ്ങൾ. ഇനി ഫിറോസ് അതുമായി റിലേറ്റ് ചെയ്തിട്ട് ഫിറോസ് കൊടുത്തിട്ടുള്ള മറുപടിയും കാര്യങ്ങളും നമുക്ക് അതും കൂടി കേൾക്കും. എല്ലാം കേട്ടിട്ട് നമുക്ക് അവസാനിപ്പിക്കാടാ. ഞാൻ അങ്ങനെ ഒരു സംഭവമേ ചെയ്തിട്ടില്ല. പിന്നെ ഒരു ഓഡിയോ കേൾപ്പിച്ചു. ഞാൻ തന്നെ എൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ്. ഓൾറെഡി എന്നെക്കുറിച്ചുള്ള അലിഗേഷൻസ് എല്ലാം പറഞ്ഞ് ഇട്ടതിന് ശേഷം ഞാൻ അന്ന് ഇത് കണ്ടിട്ട് വിളിച്ചിട്ട് ഞാൻ അവളുടെ അടുത്ത് കാലൊടിയുന്നുണ്ട്. ആ വീഡിയോ എടുത്ത് കളഞ്ഞി. എന്നിട്ട് ആ 17ൻ്റെ കാര്യം അങ്ങനെയല്ല, നീ അത് ക്ലാരിറ്റി ചെയ്ത് ജനങ്ങളോടൊരു വീഡിയോ ഇടും, ഇല്ലെങ്കിൽ ഞാൻ മരിക്കുമെന്ന് ഞാൻ പറഞ്ഞ കാര്യമാണ്. പക്ഷേ അത് അവിടുന്ന് എഡിറ്റ് ചെയ്ത് ആ ഒരു കാര്യത്തിലേക്ക് ഒറ്റ ഒരു കാര്യത്തിലേക്ക് കൊണ്ടെത്തിച്ചു. ആ വീഡിയോ മൊത്തം ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞതാണ്. എന്നിട്ട് ആ ഡിലീറ്റ് ചെയ്തിട്ട് ഈ പോക്സോടെ എങ്കിലും നീ ആ 17 വയസ്സുള്ളെങ്കിലും നീ പറഞ്ഞിട്ട് ക്ലാരിറ്റി ചെയ്യും. എന്നിട്ട് അവൾ പറഞ്ഞു ഊമക്കത്തിൻ്റെ കാര്യം അത് വന്നോളൂ, അങ്ങനെ എന്തൊക്കെ കഥ പറഞ്ഞു. അടുത്ത ഒരു ഇലക്ഷൻ വരികയാണ്, അപ്പോഴത്തേക്ക് അതൊക്കെ മറിഞ്ഞു പോകുന്നു. ആ സംഭാഷണത്തിനിടയ്ക്കുള്ളതാണ് ഞങ്ങൾ കേൾപ്പിച്ചത്. ഇത്രയും സജിന ഒരു 10 വർഷം ഒരു മനുഷ്യനെ ഇട്ട് നശിപ്പിച്ച് അവൻ്റെ ജീവിതം ഇല്ലാതാക്കി. ഇനി എന്ത് ജീവിതമാണ് എനിക്കുള്ളത്? എന്നിട്ട് വീണ്ടും വന്ന് നീ എന്തായാലും വിജയിച്ചിരിക്കുന്ന ഒരാളല്ലേ, വീണ്ടും വന്ന് റസൂലിനെ രക്ഷിക്കാൻ വേണ്ടി. ഈ റസൂലിൻ്റെ കളി തന്നെയാണ്. ഉപദേശിക്കുന്ന കംപ്ലീറ്റ് അവനാണെന്നറിയാം. അവനൊരിക്കലും പുറത്ത് വരത്തില്ല. അവൻ സജിനെ വെച്ച് കളിപ്പിച്ചുകൊണ്ടിരിക്കും. നീ എന്തിനാണ് സജിന വീണ്ടും ഇങ്ങനെ മെഴുകുന്നത്? നമുക്കൊരു കാര്യം മനസ്സിലാക്കണം. നീ തെറ്റുകൾ ചെയ്തിട്ടാണ് നീ ഇങ്ങനെ വെള്ളം കുടിക്കുന്നത്. ആ തെറ്റുകൾ ചെയ്യാത്ത ഓരോ ആൾക്കാരെ നീ വലിച്ചിടുമ്പോഴത്തേക്ക് എപ്പോഴും തെറ്റിനെ മറയ്ക്കാൻ വലിയ പാടാണ്. നല്ല പോലെ അവൾ മറയ്ക്കുന്നുണ്ട്, പക്ഷെ മൂഞ്ചുന്നുണ്ട്. ഞാനൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ എന്നാ അവൾ തെറ്റ് ചെയ്തിട്ട് അവൾ മറച്ചു വെച്ചോണ്ട് ഇവിടെ ഇരിക്കുമോ? അതിന് ഞാൻ തീരണം. ഞാൻ വീഴ്വേണ്ട നിனைத்தாலும் ഇന്ന് യാരാലും അഴിക്ക മുടിയാതെ. അപ്പോഴതാണ് സംഭവം. ഏത് പൂക്കുറ്റി അണ്ണനാണ് പിന്നിൽ കളിക്കുന്നതെന്നാണ് ഫിറോസ് പറയുന്നത്. ഇനി ഇവള് പറയുന്ന കേൾക്കണ്ട, നിങ്ങൾ മതിയാക്കുക. എനിക്ക് മതിയായി, എനിക്ക് ഭ്രാന്തായി. സത്യം സീരിയസ്ലി പറയും. ഇവളെ കൊണയടി കേട്ട് എനിക്ക് ഭ്രാന്തായി. ഞാൻ മാനസികമായിട്ട് മിക്കവാറും ഞാൻ വല്ല ചികിത്സയ്ക്കും പോകേണ്ടി വരും. കാരണം അമ്മാതിരി തള്ളാണ് ഇവള്. തള്ളി വിട്ട് നാട്ടുകാരെ പറ്റിച്ച് മൂഞ്ചിച്ച് ഒരുമാതിരി ഫുള്ള് തള്ളി വയ്ക്കും. ഫുള്ള് തള്ളെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മാതിരി തൊട്ടി തള്ളാണ് ഇവള് തള്ളുന്നത്. എന്തായാലും അതായിട്ട് കുറയ്ക്കുന്നില്ല. ലാസ്റ്റ് ഇവള് പറഞ്ഞ കുറച്ചുകൂടി ഉണ്ട് ഈ ഫിറോസിനുള്ള മറുപടി കേട്ടോ. എനിക്ക് സമ്പാദിച്ച് എൻ്റെ മക്കളെ നോക്കണം, അതുകൊണ്ട് ഞാൻ തരും. അതുകൊണ്ട് പിന്നെ അതേപോലെ തന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഈ ഫിറോസ് ഖാന് ഈ മോനെ ഇത്രയും പറയുന്നുണ്ടല്ലോ. എടാ നാണമാനമില്ലാത്തവനെ, നിനക്ക് ഈ കുഞ്ഞിനെ നീ വല്ലപ്പോഴും ആഴ്ചയിലൊക്കെ വിളിച്ചോണ്ട് പോകുമായിരുന്നു. ഈ വീഡിയോ ഇടുന്നതിന് തൊട്ട് മുന്നേ നീ ആദ്യം ആ കുഞ്ഞിനെ വിളിച്ചോണ്ട് പോയിട്ട് ഈ വീഡിയോ ഇടാൻ ഞാൻ തരുന്നതാ. നിനക്ക് ഈ കുഞ്ഞിനോട് ഭയങ്കര സ്നേഹമാണെന്ന് പറയുന്നുണ്ടല്ലോ. എടാ എൻ്റെ കുഞ്ഞ്, ഈ 2 കുഞ്ഞുങ്ങളും എൻ്റെ വീട്ടുകാരും എൻ്റെ ഈ ഞാനൊരു ട്രോമയിലോട്ട് തന്നെ. കാരണം എനിക്ക് ആദ്യമായിട്ട് ഇങ്ങനെ സൈബർ അറ്റാക്ക് വരുന്നത്. ഞാൻ ട്രോമയിലോട്ട് പോയി. ഞാൻ ഇവിടെ പാനിക്കായി വല്ലാത്ത അവസ്ഥയിൽ ഞാനിവിടെ കിടക്കുന്ന ഒരു പാനിക് സിറ്റുവേഷൻ എൻ്റെ കുഞ്ഞുങ്ങളും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുങ്ങളും എൻ്റെ കൂടെ ഇരുന്ന് കരയുക. എനിക്ക് വല്ലാത്ത അവസ്ഥയും ഞാൻ കരച്ചിലും ഇതെല്ലാം ആ കുഞ്ഞുങ്ങളും നോക്കുന്നുണ്ട്. എടാ ഒന്നുമില്ലെങ്കിലും നിൻ്റെ കുഞ്ഞാന്ന് പറഞ്ഞാൽ നീ ഭയങ്കര അവകാശം പറഞ്ഞു. നീ എന്തുകൊണ്ട് വിളിച്ചോണ്ട് ഞാൻ എവിടെയെങ്കിലും തടഞ്ഞിട്ടുണ്ടോ നിൻ്റെ കുഞ്ഞിനെ വിളിച്ചോണ്ടാൻ? ആ കുഞ്ഞിനെ കൊണ്ടുപോയിട്ട് നീ ഈ വീഡിയോ ഇട്ടായിരുന്നെങ്കിൽ നിന്നെ ഞാൻ സല്യൂട്ട് ചെയ്തേനെ.
എടാ ഞാൻ എന്തെങ്കിലും ഒരു ബുദ്ധിമോശം ചെയ്തു പോന്നു, ഈ പെട്ടെന്നുള്ള അറ്റാക്കിൽ നമുക്ക് ആർക്കും താങ്ങാൻ പറ്റത്തില്ല. അതിൽ കുറച്ച് നമ്മളെ വീട്ടുകാരും കുറച്ച് ആൾക്കാരും എന്നെ സ്ട്രോങ് ആയിട്ട് നിർത്തിയുണ്ട്. ഒരു പക്ഷേ ഞാൻ ഒറ്റപ്പെട്ടു പോയായിരുന്നു, ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വിഷം കൊടുത്ത് ഞാൻ ചത്തുപോയനെ. ആ നിമിഷം എൻ്റെ ബുദ്ധി തോന്നി ഈ കുഞ്ഞുങ്ങൾക്കും എന്തെങ്കിലും കൊടുത്ത് ഞാനങ്ങ് ചാവാന്ന് വിചാരിച്ചായിരുന്നെങ്കിലോ, അപ്പം നിൻ്റെ ഈ കുഞ്ഞ് ചാവത്തില്ലായിരുന്നോടാ? നീ ഭയങ്കര സംഭവമായിട്ട് പറയുന്നല്ലോ, ഒന്നാണം മാനമില്ലാത്തവനെ. എടാ കുഞ്ഞിനെ വെച്ച് ഭയങ്കര വിഷമത്തോടെ ഭയങ്കര വന്ന് കരച്ചിൽ പറയുന്നുള്ളൂ. എടാ നീയൊക്കെ ആരാണെന്ന്, നീയും ദിയയൊക്കെ ഭയങ്കര ഭാവത്തിനെ പോലെ, നീ ഇതൊന്നും അല്ലെന്നുള്ളത് നാട്ടുകാർക്ക് ചിന്തിക്കുന്നവർക്കറിയാം, ബുദ്ധിയുള്ളവർക്ക് അറിയാം ആരാണെന്ന്. പിന്നെ ഈ നെഗറ്റീവ് പറയുന്ന നെഗറ്റീവോളികളെ അവരുടെ ഞാൻ പറയുന്നത്, നിങ്ങൾ ആരുമല്ല എനിക്ക് ചിലവിന് ഇരുന്നത്, നിങ്ങൾ ആരെയും മറ്റേ അല്ല ഞാൻ ജീവിക്കുന്നത്, ഞാൻ അന്തസ്സായിട്ട് സമ്പാദിച്ച് നല്ല രീതിയിൽ തന്നെ ജീവിക്കുന്നത്. പിന്നെ ഏതെങ്കിലും ഒരാൾ ഇഷ്ടപ്പെടുമോ ഇഷ്ടപ്പെടാതിരിക്കും, അതെൻ്റെ ഇഷ്ടമാടാ. ഇനിയൊക്കെ നീ എന്നെ അറ്റാക്ക് ചെയ്യുമ്പോൾ ഞാൻ അത് ആസ്വദിക്കാം. എന്തായാലും ഞാൻ കുറച്ചും കൂടെ ഫേമസ് ആയി, അറിയാത്തവരും കൂടെ എന്നെ അറിഞ്ഞിട്ടുണ്ട്. നല്ല ഇമേജിലാണ് അതിനെ അറിഞ്ഞിട്ടുള്ളത്. പിന്നെ നമ്മുടെ ചിലവിനല്ല നീ ജീവിക്കുന്നത്, നീ പൂക്കുറ്റിയുടെ ചിലവിനാണ് ജീവിക്കുന്നത്. നാണമാനല്ലേ എടുക്കുക മറ്റുള്ളവന്മാരെ ജീവിക്കാനായിട്ട്. മൂഞ്ചിച്ച് ഹണി ട്രാപ്പ് നടത്തി പൈസയും തട്ടി ഓരോരുത്തന്മാരോടെ പോയിട്ട് ഇപ്പോൾ പരിപാടികൾ കഴിഞ്ഞിട്ട് അവന്മാരെ പൈസ പറഞ്ഞ് തട്ടിപ്പ് നടത്തി നാട്ടുകാരെ പറ്റിച്ച് മൂഞ്ചിച്ച് ജീവിക്കാൻ നിനക്ക് നാണമാനോ ഉളുപ്പില്ലേ? നാണമല്ലേ ഇടയ്ക്ക് വന്നിരുന്ന് മെഴുകാനായിട്ട്? അയ്യോ നീ അവൻ്റെ കൂടെ പോയി നമുക്കെന്നാ, നീ എന്തുകൊള്ളാ ചെയ്യും. പക്ഷേ ഒത്തൻ്റെ ജീവിതം തകർത്തുകൊണ്ട് നീ ആട്ടിക്കൂട്ടുന്ന ഇമാതിരി ചറ്റ പരിപാടി അത് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ പരസ്പരം ഇഷ്ടത്തോടെ പലരും പല പരിപാടികളും ചെയ്തിട്ട് പിന്നെ ഒന്ന് വിവാഹ വാഗ്ദാനം നൽകി ഉണ്ടാക്കിയെന്ന് പറഞ്ഞുകൊണ്ട് പറയാറുണ്ട്. അതിൻ്റെ മറ്റൊരു വെർഷനാണ് നീ നടത്തിയിട്ടുള്ള ഹണി ട്രാപ്പ്. അതായത് പൂക്കുറ്റി എന്ന് പറയുന്ന വ്യക്തിയെ ഭീഷണിപ്പെടുത്തി നീ ലക്ഷങ്ങളും കോടികളും അടിച്ചെടുക്കുന്നു. സമ്മതിക്കത്തില്ല. പൂക്കുറ്റി ഊളയാ, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ അങ്ങേര് നീ കൂടി ചേർന്ന് കളിക്കുന്ന കളിയാവും. പക്ഷെ ദിയാദാനെ ഇന്നലെ വിട്ട വോയിസിൽ അടക്കമുണ്ട്, നീ നിന്റെ ഭീഷണിയിൽ വഴങ്ങി നിൽക്കുകയാണ് ഗതികേട് കൊണ്ട് പൂക്കുറ്റിയെന്ന്. 40 ലക്ഷത്തോളം തന്ന് ബാങ്ക് പിന്നെ ഡയമണ്ട് ഗോൾഡ് അത് ഇത് എല്ലാം നീ മാക്സിമം ഊറ്റി. ഇതുപോലെ തന്നെ നീ ഓരോരുത്തടുത്ത് ഊറ്റി. പൂക്കുറ്റിയിട്ട് 3 കോടി കിട്ടിക്കഴിഞ്ഞാൽ നീ പോകാന്ന് പറയും. എവിടെ നിന്റെ ട്രൂ ലവ് നിന്റെ അച്ഛനെന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് പോയതൊക്കെ നീ മറന്ന. എടി നാണമല്ലേ എടി, മാനം വിറ്റ് ജീവിക്കുന്ന ഒരു അന്തസ്സുണ്ട്, അവരെ കണ്ടുപോയി പോയി ഇതിനേക്കാളും നല്ലത് അത് അന്തസ്സോടെയായിരുന്നു. വിൽക്കുന്ന മാനത്തിന് കാശ് വാങ്ങുന്നെങ്കിലും പറയാം. ഇത് ഒരു തന്നെ മൂഞ്ചിച്ച് അവനെ പോയിച്ച് കോപ്പ് ദേഷ്യം പറഞ്ഞു. ഇനി വേറൊരു എക്സ്ക്ലൂസീവ് ഇതാണ്, ഞാൻ താമസിച്ചത് ഞാൻ പൊട്ടിക്കും. വരട്ടെ, തെളിവ് ഇപ്പം എത്തിയതോടനെ അതും കൂടി എടുത്തടിച്ചു തരാം. അപ്പോൾ പുതിയൊരു വീഡിയോ ഇടണം.